വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയതേക്കാട്ട് സ്തോത്രം. ഞാൻ എൻ്റെ ഭവനത്തിലല്ല, ഭവനത്തിൽ നിന്ന് കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് യാത്ര ചെയ്ത് അവിടെ കടന്നു വരാനിടയായി തീർന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചതും കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ നമുക്ക് തന്നതുമായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നമ്മൾ കേട്ടല്ലോ. വളരെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഒരു ഉൾക്കാഴ്ച നൽകുന്നതും സ്വാതന്ത്ര്യം നൽകുന്നതും ആയിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ ഇവിടെ വായിക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. ഇതിലുള്ള ചില ആശയങ്ങൾ വ്യക്തമാക്കാനായിട്ട് ചില ഉദാഹരണങ്ങൾ ചിലപ്പോൾ പറയേണ്ടി വരും. ഈ ഉദാഹരണം പറയുമ്പോൾ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഏത് ആസ്പെക്റ്റിലാണ് നമ്മൾ പറയുന്നത് അതിൽ മാത്രമേ നമ്മൾ അതിനെ കാണാവൂ. അല്ലാതെ ബൈബിളിലുള്ള ഉപമകളെ നമ്മൾ ചെയ്യുന്നത് പോലെ അതിനെ സ്ഥാനത്തും അസ്ഥാനത്തും നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പോയാൽ ഒരുപക്ഷെ നമ്മൾ തെറ്റായ ചില നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണോ പറയുന്നത് ആ ഒരു ആസ്പെക്റ്റിൽ, ആ ഒരു ആശയം വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെ ആശയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഉദാഹരണത്തെ പിടിച്ചതിന് ശേഷം ഉദാഹരണത്തിൽ നിന്ന് ആശയങ്ങൾ ഡിറൈവ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു നിലയിലേക്ക് കടന്നു പോകും എന്നുള്ളത് സത്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ബൈബിൾ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ള ആ ക്ലാസ്സിൽ പലരും പങ്കെടുത്തതാണല്ലോ. അവിടെ വളരെ വ്യക്തമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാനിടയായി തീർന്നു. ഈ ഇന്നലെ നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള കാര്യം 7-ാം അധ്യായം 5-ാം വാക്യം 6-ാം വാക്യം ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ. അപ്പോൾ ഏത് നിലയിലാണ് നമ്മളിലുള്ള കുറവ് ന്യായപ്രമാണം വെളിപ്പെടുത്തുന്നത്? ഈ റോമാലേഖനം 2-ാം അധ്യായം 3-ാം അധ്യായം 5-ാം അധ്യായം അതുപോലെ 7-ാം അധ്യായം, ഈ ഭാഗങ്ങളിലെല്ലാം ന്യായപ്രമാണവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും ന്യായപ്രമാണം പ്രകാരം ന്യായപ്രമാണവും എങ്ങനെയാണ് മനുഷ്യനെ സഹായിക്കുന്നത് എന്നുള്ളത് പല സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്, അത് സാക്ഷാൽ ഉള്ള കാര്യങ്ങളുടെ സ്വരൂപമല്ലായക കൊണ്ട് എന്ന് നമ്മൾ ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ന്യായപ്രമാണത്തെക്കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അത് മനുഷ്യനെ എങ്ങനെ ക്രിസ്തുവിലേക്ക് നടത്താൻ, യഥാർത്ഥത്തിലുള്ള സത്യത്തെ കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന നിലയിലുള്ളൊരു ഇൻഡിക്കേറ്ററായിട്ട് അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ന്യായപ്രമാണത്തെ സംബന്ധിച്ചിടത്തോളം വായിക്കുന്നത്. അത് ശരിയായ ഒരു ന്യായപ്രമാണം ശരിയായ നിലയിൽ അത് എടുത്താൽ ഏറെ പ്രയോജനമുള്ളത് എന്നും പൗലോസ് ഒരിടത്ത് പറയുന്നത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഇവിടെയും അത് തുടർന്ന് പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതിനെ ശരിയായ നിലയിൽ എടുക്കാതിരിക്കുകയും, ന്യായപ്രമാണം സത്യത്തിൽ നൽകപ്പെട്ടത് ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് നടത്താനും ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടെന്നും അവന് ന്യായപ്രമാണം പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും അതിന് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണെന്നുള്ളതും, അങ്ങനെ ആ വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കാൻ ഇടയായി തീരുമ്പോൾ അവനെ ക്രിസ്തുവിലേക്ക് നടത്താനും ഉദ്ദേശിച്ചിട്ടാണ് അത് നൽകപ്പെട്ടതെങ്കിലും അതിനെ തന്നെ അതിൻ്റെ ഒരു പരമമായ ഒരു കാര്യമായിട്ട് കരുതുകയും ആ ന്യായപ്രമാണം ആചരിക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി പരിശ്രമിക്കാനും അവസാനം കഴിയാത്ത കാര്യങ്ങളെ അവർ മൂടി വെച്ച് അത് മുഴുവനായി തങ്ങൾക്ക് നിവർത്തിക്കാൻ കഴിയുന്നു എന്ന നിലവാരത്തിലുള്ള അവകാശവാദങ്ങളിലേക്കും പോയതുകൊണ്ടാണ് സത്യത്തിൽ വിശ്വാസമാർഗത്തിലെത്താതെ കർമ്മമാർഗത്തിലൂടെ അവർ ദൈവത്തെ അന്വേഷിക്കാൻ ഇടയായി തീർന്നത് എന്ന റോമർക്ക് എഴുതുന്ന ലേഖനം 9-ാം അധ്യായത്തിലും നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ പരാജയം കഴിയുന്നില്ല എന്നുള്ള കാര്യം അവർ സത്യത്തിൽ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനൊരു പ്രശ്നം അവർക്ക് ഉണ്ടാവത്തില്ലായിരുന്നു. കഴിയുന്നില്ല എന്ന് വെളിപ്പെടുത്തുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അത് നിശ്ചയമായിട്ടും അത് ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ഒരു അനുഭവത്തിലേക്ക് തന്നെ അവരെ വഴി നടത്തിയേനെ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളിവിടെ വായിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ നീതി എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ വായിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വെളിപ്പെടുത്തപ്പെട്ട നമുക്ക് നൽകപ്പെട്ട ചില ന്യായപ്രമാണത്തിലെ ചില നിയമങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനം, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അതാണ് എന്ന് പറയുകയല്ല ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കാതിരിക്കുന്ന കാലത്ത്
കർത്താവ് തന്നെ പറഞ്ഞതുപോലെ വിവാഹം ചെയ്തപ്പോൾ ഉപേക്ഷിക്കാനായിട്ട് എന്തുകൊണ്ട് അനുവദിച്ചു? അത് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ എന്ന് പറഞ്ഞതുപോലെ ആ, ദൈവത്തിൻ്റെ യഥാർത്ഥ നീതിയെ പ്രദർശിപ്പിക്കുന്ന ഒരു നിലവാരത്തിലല്ല അത് കൊടുത്തേക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു നിഴലായിട്ടുള്ള ഒരു നിലയിലാണ് കാര്യങ്ങൾ കൊടുക്കപ്പെട്ടതെന്നും അത് യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ ആ നീതിയെ മനസ്സിലാക്കാൻ തക്കവണ്ണം ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാണ് എന്നതൊഴിച്ച് അത് സാക്ഷാൽ കാര്യങ്ങളുടെ സ്വരൂപമല്ല എന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, അതിൻ്റെ മറ്റു പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ. അപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം ഒരു അന്വേഷണ വ്യഗ്രത, ഒരു അന്വേഷിക്കാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജിജ്ഞാസ ഒരു മനുഷ്യനിൽ ഉളവാക്കുവാനും അത് ആത്യന്തികമായിട്ട് ജീവനുള്ള ദൈവത്തെ അറിയാൻ ഇടയാക്കി തീർക്കുകയും ചെയ്യുന്നൊരു നിലയിലാണ് ദൈവം അത് നൽകിയതെങ്കിലും ആ നൽകിയ ആ കാര്യത്തെ തന്നെ അത് തന്നെയാണ് അൾട്ടിമേറ്റ് എന്ന് വിചാരിച്ച് അതിൽ പെർഫെക്റ്റ് ആകാനായിട്ട് യഹൂദൻ അല്ലെങ്കിൽ അത് ലഭിച്ച ജനം പരിശ്രമിച്ചു എന്നുള്ളതാണ് അവർക്ക് ആ ദൈവത്തിൻ്റെ നീതിയിൽ എത്തിച്ചേരാൻ കഴിയാത്തത് എന്ന് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. അങ്ങനെ അതിൽ ആശ്രയിക്കും തോറും ചില പരീക്ഷ എഴുതുന്നത് പോലെ ഫെയിൽഡ് എന്ന് പറഞ്ഞുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. പണ്ട് കാലത്തുള്ള SLC ഒക്കെ എഴുതുന്നവർക്ക് കുത്തിക്കെട്ടിയ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങൾ എത്ര എഴുതിയാലും പാസ്സാവത്തില്ല, അവസാനം കുറേ പുസ്തകങ്ങൾ കുത്തിക്കെട്ടിയ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് പോലെ ആ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവരെല്ലാം ശാപത്തിന് കീഴാകുന്നു എന്ന് പറയത്തക്കവണ്ണം ന്യായപ്രമാണത്താൽ പൂർണ്ണത പ്രാപിച്ച ഒരു വ്യക്തിയുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ അക്ഷരത്തിൻ്റെ പഴക്കത്തിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതിൻ്റെ എത്ര പരമാവധി പരിശ്രമിച്ചാലും പാപി എന്നുള്ള ഒരു മേലെഴുത്തും നിത്യമരണം എന്നുള്ള ഒരു മേലെഴുത്തേക്കും അല്ലെങ്കിൽ ഒരു ആത്യന്തിക അനുഭവത്തിലേക്കും അത് മനുഷ്യനെ കൊണ്ടുപോയത് കൊണ്ട് അതാണ് ഈ അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു എന്ന് നമ്മൾ അവിടെ കാണുന്നത്. തുടർന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചായിരുന്നു. ഇന്നും ഇവിടെ പറഞ്ഞേക്കുന്ന വിഷയങ്ങളെ 2-3 കാര്യങ്ങൾ അതിൽ സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇവിടെ പറയപ്പെട്ട അനുഭവം ആരുടെയാണ് എന്നുള്ളതിനെപ്പറ്റി തിയോളജിക്കൽ സർക്കിൾസിലൊക്കെ ഒത്തിരി തർക്കങ്ങൾ നടക്കുന്ന ഒരു കാര്യം. ഇത് ഒരു രക്ഷിക്കപ്പെട്ട മനുഷ്യൻ്റെ ആണോ രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ്റെ ആണോ ഈ അനുഭവം എന്ന് ഒത്തിരി ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. സത്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളപ്പം കർത്താവിൻ്റെ വേല ചെയ്ത് ചൈനയിൽ വേല ചെയ്ത് രക്തസാക്ഷിയായിട്ട് മരിച്ച വാച്ച്മന്നിയെ പോലുള്ള ദൈവത്തിൻ്റെ ഭക്തന്മാർ ഒക്കെ പറയുന്നത് അത് സത്യത്തിൽ ഒരു രക്ഷിക്കപ്പെട്ട മനുഷ്യൻ്റെ അനുഭവമാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ നോർമൽ ക്രിസ്ത്യൻ ലൈഫിലും ഒക്കെ ഈ ഭാഗത്തെപ്പറ്റി അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. എന്നാൽ തിയോളജിക്കലായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെ നോക്കുമ്പോൾ പ്രഗത്ഭ തിയോളജിയൻസും ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള നമുക്ക് തന്നെ അറിയാവുന്ന നമ്മുടെ കേരളത്തിലും അതുപോലെ പുറത്തുമൊക്കെയുള്ള ഒത്തിരി തിയോളജിയൻസിൻ്റെ അഭിപ്രായം കേൾക്കാനിടയായി തീർന്നപ്പോൾ അത് രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ്റെ അനുഭവമാണ് എന്നുള്ള നിലയിലാണ് അവർ പറയാനിടയായി തീർന്നത്. എനിക്കും ഒരു തിയോളജിക്കലായിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അത് രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ്റെ അനുഭവമാണ് എന്ന് ചിന്തിക്കുന്നതിനായിരുന്നു കൂടുതൽ താല്പര്യം. എന്നാൽ തന്നെ അത് രക്ഷിക്കപ്പെട്ടവനെന്നോ രക്ഷിക്കപ്പെട്ടില്ല എന്നോ ചിന്തിക്കാതെ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങളൊരു ചെറിയ ഗ്രൂപ്പിൽ നടന്നപ്പം അവിടെ ഞങ്ങൾ പറയാനിടയായി തീർന്നു. സത്യത്തിൽ പഴയ നിയമകാലത്ത് പുതിയ നിയമത്തിൻ്റെ അനുഭവത്തിൽ ജീവിച്ചിട്ടുള്ള ആ കാഴ്ചപ്പാടിൽ ജീവിച്ചിട്ടുള്ള ഭക്തന്മാരുണ്ട്. ഈ പുതിയ നിയമകാലത്ത് പഴയ നിയമ രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ട് എന്ന് പറഞ്ഞത് ഒരു സത്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം യഥാർത്ഥത്തിലുള്ള പുതിയ നിയമത്തിൻ്റെ ആ സ്വാതന്ത്ര്യം അറിയാതെ കേവലം ചില ഡൂസ് ആൻഡ് ഡോൺസിൽ മാത്രം കുടുങ്ങി പരിശുദ്ധാത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്ന ചില വ്യക്തി ജീവിതങ്ങളും ഉണ്ട്. ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തികളുമുണ്ട്. അത് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ഒരു സജീവമായ ബന്ധമാണെന്ന് മനസ്സിലാക്കാതെ ചില നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിക്കുന്നതിലൂടെ തങ്ങൾ വിശ്വാസികളാണെന്ന് അഭിമാനിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്കും ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ട് ഇത് ആർക്ക് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഈ മനോഭാവമാണ് അവിടെ കൂടുതൽ പ്രസക്തം എന്ന് പറഞ്ഞ് ആ നിലവാരത്തിലുള്ള ആരാണെങ്കിലും വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും അവർക്കൊക്കെ ഇത് ബാധകമാണ് എന്ന് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു നിലയിലാണ്
ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഇടയാകുന്നത്. എന്ന് മാത്രമല്ല, ഇവിടുന്ന് പണ്ടൊക്കെ ഞാൻ പരസ്യയോഗങ്ങളും അതുപോലെ ഈ വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുമ്പം പാപം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒത്തിരി ഞാൻ പാടുപെട്ടിട്ടുണ്ട്. കാരണം പാപം എന്ന് പറയുമ്പോൾ തന്നെ നാണ്ട പാപം വന്ന് നമ്മുടെ ഇവിടെ കുറ്റപ്പേരും ഒക്കെ പറഞ്ഞ് പാപം അവൻ്റെ പാപം എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പല അവസരങ്ങളിലും പല ചിന്തിക്കുന്ന വ്യക്തികളോടും ഈ റോമാലേഖനം 7-ാം അധ്യായം വെച്ചിട്ട് ആ പാപം എന്നുള്ളത് ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പലപ്പോഴും ഇടയാകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്ത തിന്മ നമുക്കറിയാം. ചില ആൾക്കാർ പറയുന്നുണ്ട്, രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യന് നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അങ്ങനൊന്നുമല്ല. എത്രയോ ആൾക്കാർ നല്ല നിലയിൽ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ സത്യം പറഞ്ഞ അയ്യപ്പ പണിക്കരോ ആരും എഴുതിയൊരു കവിത കേട്ടിട്ടുണ്ട്. ആ കവിത ഞാനിപ്പോൾ ഇവിടെ പാടുന്നില്ല. എന്നാൽ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, നന്മ ചെയ്യാനെന്നുള്ള രൂപേണ പോയി ഒരു അയൽവക്കത്തെ ഒരു പെൺകുട്ടിക്ക് ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് അതിൽ പറഞ്ഞേക്കുന്നത്. അപ്പം ഇതുപോലാണ് മനുഷ്യൻ്റെ നന്മ എന്നുള്ളത് അദ്ദേഹം തന്നെ അതിൽ പറഞ്ഞു വെച്ച് ആ കവിതയിൽ ഞാൻ പഠിക്കാനിടയായിട്ടുള്ള BSc പഠിക്കുമ്പം പഠിക്കാനിടയായിട്ടുള്ള ഒരു കവിതയാണ്. വേറെ എങ്ങനെ കേട്ടുകേൾവിന്ന് ഞാൻ പറയുകയല്ല, അയ്യപ്പ പണിക്കരാണെന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമേ എനിക്ക് അതിൽ നിശ്ചയമില്ല. അപ്പം ഇങ്ങനെ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ടോൾസ്റ്റോയുടെ പല കഥകളിലും മനുഷ്യൻ്റെ ഉള്ളിൽ അവന് പാപം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവനെ പിടിച്ചടക്കുന്ന വേറൊരു വ്യക്തിത്വമുണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് കേൾക്കാൻ കഴിയും. ഞാൻ ഇതിനു മുന്നേ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഉള്ളിലുള്ള ഇങ്ങനെയുള്ള ഈ രണ്ടാമത്തെ വ്യക്തിത്വത്തോടായിരുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ സ്ട്രഗിൾ ചെയ്തത്. എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അത് ഞാൻ തന്നെയാണെന്ന് അദ്ദേഹം പല സാഹചര്യങ്ങളിൽ പ്രഖ്യാപിക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. വിശ്വസാഹിത്യകാരനായിട്ടുള്ള ടോൾസ്റ്റോയ്. എൻ്റെ ജീവിതത്തിലും ടോൾസ്റ്റോയുടെ അത്രയൊന്നും വലിയ ഒരു ചെറിയ കവിത പോലും എഴുതിയിട്ടില്ല. ചിലതൊക്കെ എഴുതി സ്കൂൾ തലത്തിൽ ചില ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നല്ലാതെ കവിത ഒത്തിരി വായിച്ചിട്ടുണ്ട്. കവിത എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ തന്നെ ഞാൻ പറയാം, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ പലപ്പോഴും കണ്ണുനീരോടെ പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ ഉള്ളിൽ വലിയൊരു ശത്രുവുണ്ട്. ഞാൻ എനിക്ക് ആഗ്രഹിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ സെറ്റ് ചെയ്യുന്ന വലിയ മോറൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യുമെങ്കിലും അത് അനുസരിക്കാൻ കഴിയാത്തൊരു ബലഹീനത എനിക്കുണ്ട്. അല്ലെങ്കിൽ അത് അനുസരിക്കാതെ വണ്ണം എൻ്റെ ഉള്ളിൽ എനിക്കൊരു ശത്രു ഉണ്ട്, ഞാൻ തന്നെയാണ് എൻ്റെ വലിയ ശത്രു എന്ന് ആത്മാർത്ഥമായിട്ട് തങ്ങളെ തന്നെ പരിശോധിക്കുന്ന ഏത് വ്യക്തിക്കും പറയാനായിട്ട് കഴിയും, ദർ ഈസ് ആൻ എനിമി ലിവിങ് ഇൻ മീ. അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് എന്ന് പല ഭക്തന്മാർ പറഞ്ഞു. നമുക്കറിയാമല്ലോ, ലോക സാഹിത്യത്തിൻ്റെ ക്ലാസിക്കുകളൊക്കെ എടുത്ത് നമ്മൾ വായിച്ചു നോക്കിയാൽ അവാർഡ് കിട്ടിയ ഇതൊക്കെ ഞാൻ പണ്ട് കാലത്തൊക്കെ വായിച്ചിട്ടുണ്ട്. എം മുകുന്ദൻ്റെയും അതുപോലെ ഇതുപോലൊക്കെയുള്ള പല പണ്ട് കാലത്ത് വായിച്ചിട്ടുള്ള പല നോവലുകളാണ്. അപ്പം അതിലൊക്കെയുള്ള ഇതിവൃത്തം എന്ന് പറയുന്നത്, നല്ല മനുഷ്യനായിട്ട് നേരോടെ നടക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞാൻ ചില ബലഹീനതകൾക്ക് അടിമയായി പോകുന്നു. അങ്ങനെ അടിമയായി പോകുന്നതിന് ഇങ്ങനെ പിക്ചറൈസ് ചെയ്യുന്നതാണ് സാഹിത്യം. അന്തസംഘർഷങ്ങൾ എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ ഉള്ള ചില കാര്യങ്ങളാണ് ഈ സാഹിത്യം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ഈ ലോകത്തിൽ ഈ സുവിശേഷമൊക്കെ അറിയിക്കുമ്പോൾ പാപത്തിൻ്റെ യഥാർത്ഥ മുഖം എന്താണ്, ഇങ്ങനെ ഒരു അനുഭവം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി പോലും ഇല്ല. ഇപ്പം ഇന്ന് തന്നെ നമ്മൾ ആരോടെങ്കിലും അയൽവക്കത്തുള്ള 10 പേരോട് ചോദിക്കുക, അല്ല സാറേ കുടിക്കരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ കുടിച്ചു. അല്ലെങ്കിൽ ആ തെറ്റായ നിലയിൽ ആ വ്യക്തിയോട് പ്രവർത്തിക്കരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തു. അവനെ പള്ളു പറയരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാനത് പറഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരിയോട് അങ്ങനെ സംസാരിക്കരുത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാനത് അങ്ങനെ ചെയ്തു. അത് ഞാൻ ആഗ്രഹിച്ചതല്ല, സമയം വന്നപ്പം ചെയ്തു പോയതാണെന്ന് പറയുന്ന വിശ്വാസികളെ അവിശ്വാസികളെ ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഇത് മനുഷ്യൻ്റെ മനസ്സിലുള്ള അടിസ്ഥാനപരമായിട്ടൊരു വ്യത്യാസമാണെന്നും അതിനെ തന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രയെന്ന് 17-ാം വാക്യത്തിലും അതിന് മീതെ നമ്മൾ വായിക്കുന്നുണ്ട്. പാപം എന്ന് തെളിയേണ്ടതിനും താഴെയും നമ്മൾ വായിക്കുന്നുണ്ട്, പാപം എന്നിൽ വസിക്കുന്ന പാപമാണ്. ദിസ് ഈസ് ദ ഫോഴ്സ് ഓഫ് സിൻ, ദാറ്റ് ക്യാരക്ടർ ഓഫ് സിൻ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുകയും, അത് ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാതെ വണ്ണം എന്നെ തടഞ്ഞ് എന്നെ പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു എന്നും നമ്മൾ അവിടെ കാണാനായിട്ട് ഇടയായിട്ട് തീരുന്നു. അപ്പം ഇതിങ്ങനെ പറഞ്ഞ് വന്നിട്ട്
നമുക്കറിയാമല്ലോ, ഇന്നലെ ഞങ്ങൾ പകലൊരു ഗ്രൂപ്പിൽ വിശ്വാസം എന്തുവാ, ട്രസ്റ്റ് എന്തുവാ എന്ന് പറയും. ഇത് എൻ്റെ ഐഡിയ അല്ല ഞാൻ ഈ പറയുന്നത്. വാച്ച്മനിയുടെ പുസ്തകത്തിലുള്ള ഒരാശയം എന്നെ വളരെ ഇത് സ്പർശിച്ചിട്ടുള്ള ഒരു ആശയമാണ് അദ്ദേഹം അവിടെ പറഞ്ഞേക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എല്ലാം പറഞ്ഞതിന് ശേഷം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ എന്നെ ആർ വിടുവിക്കും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്ന ഈ വാക്ക്. കാരണം ഇത്രയും നേരം അദ്ദേഹം യൂണിവേഴ്സലായിട്ടുള്ള എല്ലാവരും പാപികളായി തീർന്ന കാര്യം പൗലോസ് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് കേട്ടു. ആദാമിൽ എല്ലാവരും പാപികളായി തീരുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും നീതിമാന്മാരായി തീരും. അതുകൊണ്ട് ക്രിസ്തുവിൽ നമ്മൾ ആയിത്തീരുക വേണ്ടത്. ക്രിസ്തുവിലാകുന്നതും ക്രിസ്തുവിൽ നമ്മൾ പങ്കാളികളാകുന്നതും അവൻ്റെ മരണ പുനരുത്ഥാനങ്ങളിലൂടെയാണ് എന്നുള്ള കാര്യവും പറഞ്ഞിട്ട്, ന്യായപ്രമാണ സംബന്ധമായും നമ്മൾ മരിച്ചാൽ മാത്രമേ ന്യായപ്രമാണത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്നും ഉയർന്ന് നമുക്ക് ജീവിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ അതിനെ വേറൊരു നിലയിൽ തെറ്റിദ്ധരിക്കരുത്. ന്യായപ്രമാണത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്നെന്ന് പറയുമ്പം അവിടെ പേർ പറയപ്പെട്ട നിലയിലുള്ള ചില കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. വചനത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ പറ്റി വായിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉന്നതമായ നിലയിൽ ഒരു ക്രിസ്തുവിൻ്റെ തലയോളം വളരുന്ന ഒരു അനുഭവത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കണം എന്നുള്ള ഒരു നിലയിലും നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു അൾട്ടിമേറ്റ് സ്ട്രഗിളിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. ന്യായപ്രമാണം ഏത് നിലയിലാണ് എന്നെ എൻലൈറ്റൻ ചെയ്യുന്നത്, എന്നാൽ അത് എപ്രകാരമാണ് എനിക്കത് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുന്നത് എന്ന് പറയുക. പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഓരോ നിയമങ്ങളാണ്, ഓരോ പ്രിൻസിപ്പിൾസാണ്. റോമാലേഖനം 6-ാം അധ്യായം വായിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ പ്രസംഗം കേട്ടു, നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നി, ഓ വണ്ടർഫുൾ ഐഡിയ, അവനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പാപത്തെ ജയിക്കുന്ന സംഗതി, അതിനേക്കാൾ വണ്ടർഫുൾ അല്ലേ? ആ തിയറി കൊണ്ട് നമ്മുടെ തല നിറഞ്ഞു. അല്ലെങ്കിൽ ആ അറിവ് ചീർപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അറിവിൻ്റെ തലത്തിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം അല്ലേ? റോമാലേഖനം 6-ാം അധ്യായം മനസ്സിലായി, 7-ാം അധ്യായവും മനസ്സിലായി, 5-ാം അധ്യായം ശരിക്കും മനസ്സിലായി, 4-ാം അധ്യായവും മനസ്സിലായി. ഇങ്ങനെ മനസ്സിലാക്കി പോവുക ചെയ്യുന്നത്. ഈ മനസ്സിലാക്കി പോകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രായോഗിക തലത്തിൽ അതൊരു വിജയകരമായി തീരണം എന്ന് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് ഞാൻ ഓർക്കുന്നത്. കാരണം ഇപ്പം 4 കാലുള്ള ഒരു കസേര ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ കസേരയാണെന്നും 4 കാലുണ്ടെന്നും എനിക്ക് 80 കിലോ ഉണ്ടെങ്കിൽ 4 കാലയും കൂടി 20 കിലോയാണ് അതിൽ ആക്ട് ചെയ്യുന്നതെന്നും ഒക്കെ എനിക്ക് പറയാം. എന്നാൽ എത്രയൊക്കെ പറഞ്ഞാലും ഞാനതിൽ ഇരിക്കുന്നത് വരെ ഞാനത് വിശ്വസിക്കുന്നത് മാത്രമേ ഉള്ളൂ, ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു നിലയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. എന്ന് പറയുന്നത് പോലെ ആത്യന്തികമായിട്ട് നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിന് പാപക്ഷമയ്ക്ക് വേണ്ടിയും പാപത്തിൽ നിന്നുള്ള വിജയത്തിന് വേണ്ടിയും ന്യായപ്രമാണ സംബന്ധമായിട്ട് നമ്മുടെ ഒരു പല്ലിന് പകരം പല്ലെന്നുള്ളൊരു നിലവാരത്തിൽ നിന്ന് കാര്യങ്ങൾ മാറി ഒരു കരണത്തടിക്കുന്നവന് മറ്റത് കാണിച്ചു കൊടുക്കുക എന്നുള്ള നിലവാരത്തിലേക്ക് നമ്മൾ വളർന്നു വരണമെങ്കിൽ ഇതിനെല്ലാം വേണ്ടി ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു ഡോക്ട്രിൻ, അതാണ് ഡോക്ട്രിൻ ഓഫ് ട്രസ്റ്റ്. അദ്ദേഹം പറയുന്നത് 25-ാം വാക്യത്തിൽ, അതുകൊണ്ട് പിന്നെ അവിടെ എക്സ്പ്ലനേഷനിൽ ഇതുവരെയെല്ലാം എക്സ്പ്ലനേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ആത്യന്തികമായി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ എന്നെ ആർ വിടുവിക്കും എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ തിയറി അല്ല പറയുന്നത്, ഞാൻ എൻ്റെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം എനിക്ക് ആ എക്സ്പ്ലനേഷൻ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം കർത്താവെ, ആത്യന്തികമായിട്ട് ഈ പാപത്തിൻ്റെ ഈ ശക്തിയിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയും പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനും വേണ്ടി കർത്താവെ, ഞാൻ ആത്യന്തികമായിട്ട് നിന്നിൽ ഞാൻ ആശ്രയിക്കുക ചെയ്യുന്നത്. ഈ ആശ്രയം കൂടാതെ കർത്താവ് ഒരിക്കലും ഈ പ്രിൻസിപ്പിൾസ് ഒന്നും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാനായിട്ട് ഇടയായി തീരത്തില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുകയും ആത്യന്തികമായിട്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഞാൻ വരികയും കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഒരു അനുഭവം. ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇതൊരു തിയറിയായിട്ട് എൻ്റെ തലയെ വെച്ചോണ്ട് നടക്കുന്ന ഒരു അനുഭവമല്ല. പ്രായോഗിക ജീവിതത്തിൽ പാപത്തെ നേരിടേണ്ടി വരുമ്പോൾ ഇതേ ക്രിസ്തുവിൽ മരിച്ചവനായിട്ട് എന്നെ തന്നെ എണ്ണുകയും എൻ്റെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്ത് മാത്രമല്ല, ഇനിയും പാപമാണോ എൻ്റെ യജമാനൻ എന്നുള്ള നിലയ്ക്ക് പിന്നെയും ഭയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് പോകാതെ ധൈര്യത്തോടുകൂടെ ദൈവം എനിക്ക് നീതിയുടെ ദാസനായി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായി ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നുള്ള ആ ബോൾഡ്നെസ്സോടുകൂടെ കർത്താവിൽ ജീവിക്കാൻ
അല്ലെങ്കിൽ പിശാചിനെ ഭയപ്പെടാതെ, അല്ലെങ്കിൽ എൻ്റെ പഴയ യജമാനെ ഭയപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് നൽകപ്പെട്ടിരിക്കുക, നീതി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുക. എന്നിട്ട് നമ്മൾ അവിടെ വായിക്കുന്നത്, തുടർന്ന് വായിക്കുന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഒരുപക്ഷെ 7-ാം അധ്യായം 25-ാം വാക്യത്തോടെ തീരുന്നുണ്ടെങ്കിലും ഈ വാക്ക് കൂടെ അവിടെ പറഞ്ഞില്ലെങ്കിൽ ഈ ഐഡിയ അവിടെ കംപ്ലീറ്റ് ആവത്തില്ല. ഇത്രയും കരഞ്ഞതിന് ശേഷം അവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുമ്പോൾ അവൻ്റെ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം, ഇത് ഈ മരണം, ഈ സ്വാതന്ത്ര്യം, ന്യായപ്രമാണ സംബന്ധമായിട്ടുള്ള ആ പരിജ്ഞാനത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ടു പോകുന്നത്, ഇതൊക്കെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് എന്നിൽ വന്നിട്ട് നിവർത്തിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. ഞാൻ കുറച്ച് തിയറികൾ, ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കുന്നത് പോലെ ഒരു ഇക്വിലിബ്രിയവും ഫ്രീ ബോഡി ഡയഗ്രാമോ ഒക്കെ വരച്ചത് കൊണ്ടൊന്നും ഉണ്ടാവുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ആശ്രയിക്കുമ്പോൾ അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് പറയും. നമുക്കറിയാമല്ലോ എന്താണ് ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനിടയായി തീർന്നു. ചില കാര്യങ്ങൾ ചെയ്യണം ചെയ്യരുത് എന്നുള്ള ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുള്ള ബോധമോ അല്ലെങ്കിൽ എഴുതപ്പെട്ട നിയമങ്ങളോ എന്തു തന്നെ ആയിരുന്നാലും, അങ്ങനെ നമ്മുടെ ഉപകാരത്തിന് വരാതെ നമ്മൾ കുറ്റക്കാരാണെന്നും കുറവുള്ളവരാണെന്നും സ്ഥാപിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഈ നിയമകർത്താവ് തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം. പോൾ വാഷർ എന്ന് പറയുന്നിട്ടുള്ള ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പുതിയ നിയമത്തിലെ പാപം, പഴയ നിയമത്തിലെ പാപം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇങ്ങനെ പറയാനിടയായി തീർന്നു. പഴയ നിയമത്തിലെ പാപം എന്ന് ഉദ്ദേശിക്കുമ്പോൾ സത്യത്തിൽ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല, എന്നാലും നൽകപ്പെട്ട, നമുക്ക് വിശദീകരിക്കപ്പെട്ട നിലയിൽ അതിനെ പറയുകയാണ്. അൾട്ടിമേറ്റ് അർത്ഥത്തെക്കുറിച്ചല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പഴയ നിയമത്തിലെ പാപം എന്ന് പറയുമ്പോൾ ദാറ്റ് വാസ് ബ്രേക്കിംഗ് എ ലോ, ഒരു നിയമം ലംഘിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ ചെയ്യുന്ന ഒരു അനുഭവമാണ് പാപം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, പുതിയ നിയമത്തിൽ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുകയും നമ്മൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്ത നമ്മുടെ ആത്മാർത്ഥ സ്നേഹിതനോട് കാണിക്കുന്ന ഒരു മിസ്ട്രസ്റ്റ്, അവനോട് കാണിക്കുന്ന ഒരു എന്താ പറയുന്നത്, അവനോട് കാണിക്കുന്ന ഒരു ലംഘനമാണ്, അല്ലെങ്കിൽ അവനോട് കാണിക്കുന്ന ഒരു അവിശ്വാസമോ ഒരു വഞ്ചനയോ ആയിട്ട് ഈ പാപത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണാൻ കഴിയും. കാരണം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുക, അത് ഉദാഹരണത്തിന് മാത്രം എടുത്താൽ മതി. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് എൻ്റെ വീടിന് മുന്നിൽ കൂടെ 6:30 മണിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം, ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഒരു ഹോൺ അടിച്ച് പോകുന്ന ഒരു വണ്ടി, എൻ്റെ സ്നേഹിതൻ്റെ വണ്ടിയാണ്. ഒരുപക്ഷെ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എൻ്റെ വീടിൻ്റെ അടുത്തൂടെ പോകുമ്പം നീട്ടി ഹോൺ അടിച്ചുകൊണ്ട് അവനങ്ങ് പോകും ബസ്സുകാരൻ. അപ്പോൾ എല്ലാ ദിവസവും അവർ അങ്ങനെ ഒരു ഗാർഡ് ഓഫ് ഓണർ ഒക്കെ തന്നിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ തേണ്ട ഈ മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള പ്ലെയിൻ താണ്ടെ റോഡിൽ കൂടെ വരുന്നു. ഞാൻ അതിന് കൈ കാണിച്ച് ഇതേ തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടിയെന്ന് പറഞ്ഞാൽ അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. എന്ന് പറയുന്നത് പോലെയാ ഈ നമ്മൾ കാണുന്ന ഈ പഴയ നിയമം പുതിയ നിയമം എന്നുള്ള നിലയിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരു നിലയിൽ ഉപമിക്കാനായിട്ട് കഴിയുന്നത്. കാരണം പഴയ നിയമം എന്ന് പറയുമ്പം അതൊരു റോഡ് മാപ്പ് പോലെ പലപ്പോഴും ഉള്ളത്. അതിന് കൃത്യമായിട്ട് എങ്ങനെ നേരെ പോകണമെന്നും എങ്ങോട്ട് തിരിയണമെന്നും എവിടെ നിർത്തണമെന്നും എന്താണ്, ഇതൊക്കെ ആ റോഡ് മാപ്പ് ഉണ്ട്. ഈ റോഡ് മാപ്പ് നോക്കിയാൽ ഒരു റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നവന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നൊക്കെ നോക്കി പോകാനായിട്ട് കഴിയും. എന്നാൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ അത് ആകാശത്തൂടെ പോകുന്ന ഒരു കാര്യം. ആകാശത്തൂടെ പോകുന്ന ഒരു സംഗതിക്ക് ഒരു റോഡ് മാപ്പ് അല്ല ആവശ്യം, അത് നിരന്തരമായിട്ട് അതിൻ്റെ കൺട്രോൾ ടവറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് നമുക്കറിയാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ കൺട്രോൾ ടവറിൽ അതിൻ്റെ സംഗതി ഇരിക്കുന്നത് നമ്മൾക്കറിയാമല്ലോ. ഈ പ്ലെയിനൊക്കെ ക്രാഷ് ആകുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് 8:45 അത് കൺട്രോൾ ടവറുമായിട്ടുള്ള അതിൻ്റെ ബന്ധം വിച്ഛേദിച്ചു അല്ലെങ്കിൽ പോയി. അതിൻ്റെ അർത്ഥം കൺട്രോൾ ടവറുമായിട്ടാണ്. എനിക്കറിയാവുന്ന ഒരു ബ്രദറൻ അപ്പച്ചനുണ്ട് ഡിണ്ടിഗലിലുള്ള, അദ്ദേഹം മരിച്ചുപോയി. ഞാൻ തൃശ്ശൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അദ്ദേഹം ഒരിക്കലും ഒരു മെസ്സേജ് തന്നപ്പോൾ ഇങ്ങനെ പറയാനിടയായത്, ആദ്യമായിട്ട് അദ്ദേഹം പ്ലെയിനിൽ കയറി പോവുക.
പ്ലെയിനിൽ കയറി പോകുമ്പം അദ്ദേഹത്തിന് വലിയ ആഗ്രഹം ഉണ്ടായിട്ട് ഈ പൈലറ്റിന്റെ കോക്പിറ്റിലേക്ക് കടന്നിട്ട് ആ ചെവി വെച്ചിരിക്കുന്ന ആ സാധനം എടുത്തിട്ട് അദ്ദേഹം ഒന്ന് ചെവിയിലോട്ട് എടുത്ത് വെച്ച്. നിങ്ങൾക്ക് ചിലർക്ക് അറിയാമായിരിക്കും, തൃശ്ശൂരുള്ളവരാണെങ്കിൽ CV സാമുവൽ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം അദ്ദേഹം അത് ചെവിയിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കേൾക്കാം അടുത്ത കൺട്രോൾ ടവറിൽ നിന്നുള്ള നിർദ്ദേശം ഇങ്ങനെ അതിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വണ്ടർഫുള്ളായിട്ട് തോന്നി, ഇത് കൊള്ളാമല്ലോ, ഈ കൺട്രോൾ ടവറിൽ നിന്നുള്ള സന്ദേശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ അനുഭവം. അപ്പം നമുക്കറിയാം വലിയ ശൂന്യാകാശത്ത്, അല്ലെങ്കിൽ ശൂന്യാകാശമല്ല, ഈ മേഘങ്ങൾക്ക് മീതെ കൂടെ ഇതിങ്ങനെ പറന്നു പോകുമ്പം എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് പോകണം എന്നൊക്കെയുള്ള നിർദ്ദേശം, എത്ര ഡിഗ്രി ഇതാണ് എന്നൊക്കെയുള്ള അടുത്ത കൺട്രോൾ ടവറിൽ നിന്ന് അതിൻ്റെ നിർദ്ദേശം വരുന്നത്. അല്ലാതെ പൈലറ്റ് തന്നെ എങ്ങോട്ടെങ്കിലും അതിനെ നിയന്ത്രിക്കുകയോ തിരിക്കുകയോ ചെയ്യുകയല്ല. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അപകടമായി തീരും എന്നുള്ളത് നമുക്കറിയാം. ഒരു പുതിയ നിയമ വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നതും ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നതും ദൈനംദിനം അനുനിമിഷം പരിശുദ്ധാത്മ ശബ്ദം കേട്ട്, അവന്റെ കൺട്രോൾ ടവർ ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. ആ അനുനിമിഷം ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവമാണ് പുതിയ നിയമത്തിന്റെ ജീവിതം. അല്ലാതെ ഒരിക്കലും ഒരു റോഡ് മാപ്പ് വെച്ചോണ്ട്, ഒരു പ്രിജുഡൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചോണ്ട് അത് നോക്കി ഓടിച്ചു പോകുന്ന ഒരു അനുഭവമല്ല. എന്ന് വെച്ചിട്ട് എഴുതപ്പെട്ട പ്രമാണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരുപക്ഷെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നെങ്കിലും അതിന്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എഴുതപ്പെട്ട പ്രമാണം തന്നെയാണ്, എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം തന്നെയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ എഴുതപ്പെട്ട വചനം എന്നുള്ള ഒരു നിലയിലല്ല ഞാൻ അതിനെ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന പോലുള്ള ചില പ്രമാണങ്ങളുടെ അതാ ഉദ്ദേശിക്കുന്നത്. അത് ഇന്നലെ അത് ഓൾമോസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, ഏത് നിലയിലാണ് പ്രമാണം നമുക്ക് ബാധകമായിരിക്കുന്നത്. കാരണം ഇവിടെ പറഞ്ഞേക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എങ്ങനെയാണ് വരുന്നത്? അതനുസരിക്കാതെ മാറി നിന്നിട്ട് അതിന് എൻ്റെ മേൽ കൺട്രോൾ ഇല്ല എന്ന് പറയുന്നതിലല്ല അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. അതിനേക്കാളും, അല്ലെങ്കിൽ ആത്മാവിൽ ഈ പ്രമാണമാകുന്ന ക്രിസ്തുവിനെ ധരിച്ച് ആ ക്രിസ്തുവിനെ ഞാൻ ഫോളോ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന് എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് ആത്മാവിൽ ഞാൻ അത് ഗ്രഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് എഴുതപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന പ്രമാണത്തിൽ പറയപ്പെട്ട ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലുള്ള ചില കാര്യങ്ങളിൽ നിന്ന് അതിനേക്കാൾ ഹയർ ലെവലിലുള്ള ഒരു നീതി, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് നീതി എന്നിൽ നിവർത്തിക്കപ്പെടുമ്പോഴാണ് ഞാൻ അതിൽ നിന്ന് ഒഴിവുള്ളവരായിത്തീരുന്നത്. തുടർന്ന് നമ്മൾ വായിക്കുന്നത് 3-ാം വാക്യവും 4-ാം വാക്യവും പറഞ്ഞിട്ട്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ. ജഡത്താലുള്ള ബലഹീനതയാണ് 7-ാം അധ്യായത്തിൽ. അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ എന്ന് അവിടെ നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് പറയുക, കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കപ്പെടേണ്ടതിന് തന്നെ. അപ്പോൾ ജഡത്തെ അല്ല, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ നീതി നമ്മളിൽ നിവർത്തിക്കപ്പെടും. ഇന്ന് വരെയുള്ള നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യായപ്രമാണത്തിന്റെ നീതി നമ്മളിൽ നിവർത്തിക്കപ്പെട്ടില്ല എന്നുള്ളതായിരുന്നു. നമുക്കത് നൽകപ്പെട്ടെങ്കിലും അത് പ്രവർത്തിച്ച് അല്ലെങ്കിൽ ആ പ്രായോഗിക തലത്തിൽ അത് അനുവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്നാൽ പരിശുദ്ധാത്മ നിറവിലൂടെ ഒരു വ്യക്തിക്ക് അത് സാധിക്കുന്നു എന്നുള്ള ഒരു ആശയമാണ്. അത് നമ്മളിൽ നിവർത്തിക്കപ്പെടും. കർത്താവ് നമുക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളൊരു സത്യം. 2, ഈ കർത്താവ് എന്ത് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞുവോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ പറയാനായിട്ട് നമുക്ക് കാണുന്നത്. കാരണം ഇവിടെ നമ്മൾ വായിക്കുക ഇമ്പാർട്ടൻ്റ് റൈച്ചസ്നെസ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളിലേക്ക് ആദ്യം പറഞ്ഞ് ഇമ്പ്യൂട്ട് ചെയ്യുക ചെയ്തതെന്ന് നമ്മൾ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ നീതി നമ്മളിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്യുക ചെയ്തത്. എന്നാൽ ആ പരിശുദ്ധാത്മാവിലൂടെ ആ വിശുദ്ധിയും ആ ദൈവകൃപയും നമ്മളിലേക്ക് കർത്താവ് പകരുക ചെയ്തത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ കൊറോണ വാക്സിനൊക്കെ എടുക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ പാപത്തിന് യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അങ്ങനെ കർത്താവ് ഈ പാപത്തെയും മരണത്തെയും തൻ്റെ മേൽ എടുത്ത് താൻ ചുമന്ന്
ഈ പാപത്തെയും മരണത്തെയും തൻ്റെ ജഡത്തിൽ കർത്താവ് അതിനെ ജയിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ കാൽവരിയിലെ ജയം നമ്മിലേക്ക് ഈ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുക ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. എഫേസ്യർക്ക് എഴുതുന്ന ലേഖനം 19, 20, 21 ഭാഗങ്ങളിൽ ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും സ്വർഗത്തിൽ എല്ലാ മഹത്വത്തിനും മുകളിൽ അതിനെ തലയാക്കി വെച്ച് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ ആത്മാവിനെയാണ് നമ്മളിലേക്ക് കർത്താവ് പകർന്നേക്കുന്നത്. ഈ ജയത്തിൻ്റെ ആത്മാവിനെ യേശുക്രിസ്തു ഈ സകല വാഴ്ച അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിമേ പരസ്യമായ കാഴ്ചയാക്കി എന്ന് പറയുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനെ ജയിച്ച പരിശുദ്ധാത്മാവിനെയാണ് നമ്മളിലേക്ക് ഇന്ന് പകർന്നേക്കുന്നത്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ ജയം നമ്മുടെ ജീവിതത്തിലും അനുവർത്തിക്കാൻ കഴിയുന്നവണ്ണം, വിശ്വാസത്തോടുകൂടെ ജയകരമായൊരു ജീവിതത്തിൽ നടക്കത്തക്കവണ്ണം ആ പരിശുദ്ധാത്മാവിനാൽ ഈ ജയം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നേക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നേക്കുക. മരണത്തെയും പാപത്തെയും ജയിച്ച ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് വസിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ പല വൈറസിനെയും ഇതിനെയൊക്കെ ജയിച്ച അതിൻ്റെ ആ ഇഞ്ചക്ഷൻ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ആ ഇമ്മ്യൂണിറ്റി വരുന്നത് പോലെ ആ ജയം നേടി കാൽവരിയിൽ ജയിച്ച് ആ സകലത്തെയും ജയിച്ച ആ കർത്താവ് തൻ്റെ ജയം പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലേക്ക് ഈ ദിവസങ്ങളിൽ പകർന്നേക്കാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ നമുക്ക് ജയകരമായൊരു ജീവിതം ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുന്നതായിട്ടുള്ള സത്യം. ഈ ദിവസങ്ങളിൽ നമുക്ക് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് പൗലോസ് ഒരിടത്ത് കരയുന്നുണ്ടെങ്കിൽ തന്നെ ഇതാ സകലത്തെയും ജയിക്കാനായിട്ട് യേശുക്രിസ്തു ആയിരുന്നതുപോലെ തന്നെ നമുക്ക് ഈ ലോകത്ത് അവൻ്റെ കാൽച്ചുവടിൽ നടക്കാനായിട്ട് നമ്മളെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ സ്വഭാവത്തെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുത്തുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, നമ്മളെ തന്നെ ഡിനൈ ചെയ്യുന്നതിലൂടെ, ക്രൂശ് എടുക്കുന്നതിലൂടെ അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപരായിത്തീരുന്ന അതേ ഒരു കോളിങ്ങും അതേ ഒരു അവസരവും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ജീവിക്കാം. അതിൻ്റെതായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.